പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കുമ്പിളപ്പമാണ്. അപ്പം മഴ സീസണിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇട്ട് പോയാലോ. അതിലേക്ക് വേണ്ടി ഇത്രയും വരിക്ക ചക്ക എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള ചക്കയാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ ഇത് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 3-4 എണ്ണം പഴുത്തിരിപ്പുണ്ട്. മഴ ആയതുകൊണ്ട് വിൽക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ചെടുത്ത്. ഇപ്പോൾ ഇത് നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പം ചക്കയെല്ലാം അരച്ചെടുത്തത് ഒരു പാത്രത്തിലോട്ട് ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും ശർക്കര എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കിയെടുക്കാം. ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ഗ്രാം കപ്പിൻ്റെ. ഇപ്പോൾ സ്റ്റൗ കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉരുവാൻ വേണ്ടി. അപ്പോൾ ശർക്കരയെല്ലാം ഉരുകി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കാം. അപ്പോൾ അതും അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അപ്പം പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ്. ഇനി അരച്ച് വെച്ച ചക്കയില്ലേ അത് ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയില്ലേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത്ര ആവശ്യമില്ല. നല്ല മധുരമുള്ള ചക്ക ആയത് കാരണം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ശർക്കര പാനിയെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. 250 ഗ്രാം കപ്പിൻ്റെ അരിപ്പൊടി അതിലിട്ട് കൊടുക്കാം. കുറേശ്ശെ മിക്സ് ചെയ്യാം. എല്ലാ മാവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിച്ചതാണ്. കുരു മാത്രം എടുത്ത് തോട് എടുക്കാതെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വരിക്കച്ചക്ക ഇല്ലെങ്കിലും കൂഴച്ചക്ക ആയാലും മതി. അപ്പം മാവെല്ലാം നല്ലവണ്ണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഇലയിലോട്ട് എടുക്കാം. അപ്പോൾ വഴനയില എല്ലാം എടുത്തിട്ടുണ്ട്. പറിച്ച് നമ്മുടെ വീട്ടിലുള്ള ഇലയാണ് ഇത്. ഇഷ്ടം പോലെ ഉണ്ട് ഇത്. നമുക്കിത് കോട്ടിയെടുക്കാം. ഇതേപോലെ ഒന്ന് കോട്ടിയെടുക്കാം. അപ്പോൾ ഇലയെല്ലാം കോട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഇതേപോലെ. അപ്പോഴേക്കും മാവ് എല്ലാം തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നല്ലവണ്ണം കുഴച്ച് മിക്സ് ചെയ്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഇലയിലോട്ട് വെച്ച് കൊടുക്കാം.
ഇലയിലോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മാവ് വെന്തത് കാരണം. ചില കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല. എൻ്റെ മോനും ഇത് കഴിക്കില്ല കേട്ടോ. അവന് ഇതൊന്നും ഇഷ്ടമില്ല. ഇനി എല്ലാം ഇതുപോലെ എടുക്കാം. അപ്പോൾ എല്ലാ ഇലയിൽ നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ഇഡ്ഡലി കുട്ട കൊടുത്തിട്ടുണ്ട്, ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അടിയിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവാൻ വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഉണ്ടല്ലേ?